അമ്മയെന്ന് വിളിക്കാത്ത ആരും തന്നെ ഇല്ല. അതും ഒരു ജപമാണ് അല്ലേ? അജപ ഗായത്രി എന്ന് പറയുന്ന സോഹം ഹംസ എന്നുള്ള ജപം നമ്മുടെ ഉള്ളിൽ ശ്വാസം ഇറങ്ങിപ്പോകുന്ന നിമിഷം മുതൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് ജപിക്കാതെ നമ്മൾ ജപിക്കുന്ന ഗായത്രി ആയതുകൊണ്ടാണ് ചിലയിടത്ത് ബ്രഹ്മചര്യത്തോടു കൂടി ജപിക്കണം, ചിലത് ബ്രഹ്മചര്യം ഒഴിവാക്കിക്കൊണ്ട് ജപിക്കണം. ഓരോ മൂർത്തികളുടെയും മന്ത്രങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ജപത്തിൻ്റെ പീരിയഡ്സ് വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ സ്ത്രീകൾ ആരെയും കാലുതൊട്ട് തൊഴുക, ഞാൻ പറയുന്നതല്ല, അതിനൊക്കെ പ്രമാണമുള്ളതാണ്. അവരെയാണ് തൊഴേണ്ടത്. അവർക്ക് തൊഴാം, ഇങ്ങനെ നോക്കി കുനിഞ്ഞ് തൊഴാം എന്നല്ലാതെ ആചാര്യന്മാരുടെ പാദത്തിൽ നമസ്കരിക്കാനോ കാലുതൊട്ട് തൊഴാനോ പാടില്ല. അത് അനുവദിച്ചു കൊടുക്കാനും പാടില്ലാത്തതാണ്. കാരണം സുമംഗലിയായിട്ടുള്ളൊരു സ്ത്രീ എന്ന് പറയുന്നത് ഈ ആചാര്യനേക്കാളൊക്കെ മുകളിൽ തന്നെയാണ്. വാനപ്രസ്ഥത്തിലേക്ക് കടന്ന ആളുകളാണെങ്കിൽ അതിനൊക്കെ ഒരുപാട് മുകളിലാണ്. അതുകൊണ്ട് പോയി നമസ്കരിച്ച് വെറുതെ ആചാര്യന്മാർക്ക് പാപം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുകയാണ്. സ്ത്രീകൾക്ക് ഡോമിനൻസി കൂടിയ ഒരു സമൂഹമാണ് ഹൈന്ദവ സമൂഹം, അല്ലാതെ സ്ത്രീകളെ മാറ്റി നിർത്തിയിട്ടുള്ള സമൂഹമല്ല. അതെ, നമ്മുടെ പദ്ധതികളിലെ ഈ ഏറ്റവും താന്ത്രിക പദ്ധതികളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കരുതപ്പെടുന്ന ശ്രീവിദ്യാ പദ്ധതിയുടെ ദേവത ഏതാണ്? ലളിതാ പരമേശ്വരിയാണ്. അതെ രാജേഷ്, ജപവും മനുഷ്യനും, അതായത് സാധാരണ രീതിയിൽ ഓൾമോസ്റ്റ് കേരളത്തിലുള്ള പല ആൾക്കാരും ജപമുള്ളവരാണ്, ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ. ഒന്നുകിൽ ഗുരുവിൻ്റെ ശിഷ്യത്തോടു കൂടി, അല്ലെങ്കിൽ അവർക്കറിയാവുന്നുള്ള ജപം. അമ്മയെന്ന് വിളിക്കാത്ത ആരും തന്നെ ഇല്ല, അതും ഒരു ജപമാണ് അല്ലേ? ഇപ്പോൾ ഈശ്വരനെ വിശ്വസിക്കുന്നു, വിശ്വസിക്കാതിരിക്കുന്നു, വിശ്വസിക്കുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള ജപം വന്നു ചേരുന്നു, ഒരു പൂർണ്ണ ഒരു സാധകനായി മാറുന്നു. അപ്പോൾ ചില സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ രാജേഷ്, ഞാൻ ജപമുള്ള ആളാണ്, എന്നെ തുടരുത്, അല്ലെങ്കിൽ കുറച്ച് ദൂരെ നടക്കൂ, ഇതിൻ്റെയൊക്കെ ആവശ്യകത ഇന്നുണ്ടോ? ഇത് നമ്മുടെ പാരമ്പര്യമായി അല്ലെങ്കിൽ നമ്മളോട് എഴുകിച്ചേർന്ന നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം തന്നെയല്ലേ? ഈ ജപം നമ്മൾ എപ്പോൾ തുടങ്ങി ആരംഭിച്ചു എന്നുള്ളത് വെച്ചാൽ, ഒരു കുട്ടി ഉണ്ടായി ആദ്യത്തെ ശ്വാസം എടുക്കുമ്പോൾ ജപം സ്റ്റാർട്ട് ചെയ്തു. അതെ, കാരണം അജപ ഗായത്രി എന്ന് പറയുന്ന സോഹം ഹംസ എന്നുള്ള ജപം നമ്മുടെ ഉള്ളിൽ ശ്വാസം ഇറങ്ങിപ്പോകുന്ന നിമിഷം മുതൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് ജപിക്കാതെ നമ്മൾ ജപിക്കുന്ന ഗായത്രി ആയതുകൊണ്ടാണ് അതിനെ അജപ ഗായത്രി എന്നുള്ള പേര് തന്നെ വിളിക്കുന്നത്. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ മനുഷ്യരായിട്ട് ജനിച്ചവരെല്ലാം ജപിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ജപത്തെ നമ്മൾ കുറച്ചുകൂടി അതിനെ ഒന്ന് മെറ്റീരിയലൈസ് ചെയ്തിട്ട് കൊണ്ടുവരുമ്പോഴാണ് മറ്റുള്ള മന്ത്രങ്ങളിലേക്ക് നമ്മൾ തിരിയുന്നതും മന്ത്രോപാസന എന്ന് പറയുന്ന വിധി വരുന്നതും ഒക്കെ. മന്ത്രോപാസന വിധിയിൽ പുരസ്ചരണ കാലയളവിൽ ചില നിഷ്കർഷകൾ ചില മന്ത്രങ്ങൾക്കുണ്ട്. അതെ, ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ വളിച്ചതും പുളിച്ചതുമായിട്ടുള്ളതൊന്നും കഴിക്കാൻ പാടില്ല. ഉള്ളി, വെളുത്തുള്ളി, മുരിങ്ങക്കോല് പോലുള്ളതൊക്കെ ഒഴിവാക്കാൻ പാടില്ല. ചിലത് മത്സ്യമാംസാദികൾ ഒഴിവാക്കിയുള്ള ജപം വേണം, ചിലത് അത് കഴിച്ചുകൊണ്ടുള്ള ജപം വേണം. അതെ, ചിലയിടത്ത് ബ്രഹ്മചര്യത്തോടു കൂടി ജപിക്കണം, ചിലത് ബ്രഹ്മചര്യം ഒഴിവാക്കിക്കൊണ്ട് ജപിക്കണം. ഓരോ മൂർത്തികളുടെയും മന്ത്രങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ജപത്തിൻ്റെ പീരിയഡ്സ് വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ തിയറി എല്ലാം വ്യത്യാസമുണ്ട്. പക്ഷേ ഒരു ജപം കഴിഞ്ഞ് ഒരു പുരസ്ചരണ കാലയളവൊക്കെ കഴിഞ്ഞ് ജപിച്ചുകൊണ്ടാണ് സാധാരണ പോലെ നമ്മൾ ജീവിതം ആരംഭിക്കുമ്പം ഈ തൊടൽ പിടിക്കൽ ഇങ്ങനത്തെ വിഷയങ്ങൾ സത്യത്തിലില്ല. ക്ഷേത്രങ്ങളുടെ വിഷയമല്ല ഞാൻ പറയുന്നത്, ക്ഷേത്രങ്ങളുടെ വേറൊരു പദ്ധതിയാണ്. ക്ഷേത്രങ്ങളുടെ പദ്ധതിയിൽ ദേഹശുദ്ധി ആത്മാരാധനയൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന, പ്രാണായാമം കൊണ്ട് ദേഹശുദ്ധി കഴിഞ്ഞ ഒരു മേശാന്തിയെ തൊടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ, ഒന്ന് നന്നായിട്ട് ചാർജ് ചെയ്ത ആളാണെങ്കിൽ തൊട്ടാൽ മറ്റേ ആൾക്ക് ദോഷമാണ്. അയാളിലേക്ക് ഈ എനർജിയുടെ ഒരു പ്രവാഹം ഉണ്ടാവും, ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല എന്ന് വരെ വരാം. നല്ല ഉപാസകനും സാധകനും നല്ല പോലെയുള്ള ഒരാളുമാണെങ്കിൽ. ഇല്ലാതെയും ഒന്നും സംഭവിക്കാതെ ഇരിക്കാം. നമ്മൾ എവിടെയും നമ്മളൊന്ന് തൊടുമ്പോൾ നമുക്കൊരു ഡിസ്ചാർജ് ഉണ്ടെന്നുള്ളത് അറിയാമല്ലോ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജപകാലയളവിൽ ഇങ്ങനെ നിഷ്കർഷ വച്ചിരിക്കുന്നതും മെതിയടിയിട്ട് നടക്കാൻ പറയുന്നതും പൂജയ്ക്കിരിക്കുമ്പോൾ വലിയ കാല് നിലത്ത് മുട്ടാതെ വലിയ പലകയിലിരിക്കാൻ പറയുന്നത്. ഇങ്ങനെ കുറേ നിഷ്കർഷയുണ്ട്. പക്ഷേ സാധാരണ ഒരു സാധനയൊക്കെ കഴിഞ്ഞ ഒരാളെ തൊട്ടു എന്ന് വെച്ചിട്ടൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അയാളിൽ നിന്നും ഒന്നും അങ്ങോട്ട് പോകാനും പോകുന്നില്ല, ഒന്നും ഇങ്ങോട്ട് വരാനും പോകുന്നില്ല. അപ്പോൾ എന്നെ തൊട്ടതിൻ്റെ പേര് ഞാൻ അശുദ്ധനാവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്ക് അത്രയ്ക്കൊക്കെ ബലമുള്ളൂ എന്നാണ്. അങ്ങനെ ഒരു സാധാരണ കാലയളവിൽ അത് പാലിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അസ്പൃശ്യരായ ആളുകളുണ്ട്, അവരെ നമ്മൾ എല്ലാ തരത്തിലും ഒഴിവാക്കേണ്ട ചില ആളുകളുണ്ട്. വ്യക്തമായിട്ട് അറിയാമല്ലോ. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ, ദേഹത്ത് രക്തവും മറ്റു കാര്യങ്ങളൊക്കെ പറ്റി നിൽക്കുന്ന ഒരാളെ നമ്മൾ പോയി തൊടത്തില്ല, അല്ലേ? അതിന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ദേഹത്തായി, ഇനി എൻ്റെ ദേഹത്തൂടെ ആക്കണ്ട എന്നുള്ളതുകൊണ്ട് നമ്മൾ മാറിയിരിക്കുന്നു. നമ്മൾ ഇതുപോലെ കുളിക്കാൻ പോകേണ്ടി വരും. ഇതുപോലെയുള്ള നിഷ്കർഷകൾ വയ്ക്കാമെന്നല്ലാതെ സാധാരണ ഒരു ആളുകൾ വരുന്നതിനിടയ്ക്ക് മാറിക്കോ, തൊടല്ലേ, പിടിക്കല്ലേ. ഇപ്പോൾ ഞാനും പൂജയ്ക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടികൾക്കൊക്കെ കയറി ചെല്ലുമ്പോൾ ചില ആൾക്കാർ പറയും, മാറി തൊടരുത്, നിലത്ത് തൊട്ടാൽ മതി എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ അവരോട് ചോദിക്കാറ്, ഇങ്ങനെയൊന്നും ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അവർ വന്ന് നമ്മുടെ ദേഹത്ത് തൊട്ടതിൻ്റെ പൊതുവെ കാലേ ഞാൻ തൊടിക്കാറില്ല. എനിക്ക് വേറൊന്നും കൊണ്ടല്ല, ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല. എല്ലാ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉള്ള ഒരുത്തനാണ് ഞാൻ. എന്നെ കാല് പിടിക്കാൻ വരുന്നവൻ
ഇതിനേക്കാൾ എവിടെയോ മുകളിൽ നിൽക്കുന്ന ആളുകളാണ്. ശരി. ഇവർ വന്ന് എനിക്ക് മഹാഭാവം ഉണ്ടാക്കി തരണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ പൊതുവെ ഒഴിയാറ്. പിന്നെ സ്ത്രീകൾ ആരെയും കാലുതൊട്ട് തൊഴുകൂടാ. ഞാൻ പറയുന്നതല്ല, അതിനൊക്കെ പ്രമാണമുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ പ്രത്യേകിച്ച് വിവാഹിതരായ സ്ത്രീകൾ ആരുടെയും കാല് തൊട്ട് തൊഴുകൂടാ. അവരെയാണ് തൊഴേണ്ടത്. അവർക്ക് തൊഴാം, ഇങ്ങനെ നോക്കി കുനിഞ്ഞ് തൊഴാം എന്നല്ലാതെ ആചാര്യന്മാരുടെ പാദത്തിൽ നമസ്കരിക്കാനോ കാല് തൊട്ട് തൊഴാനോ പാടില്ല. അത് അനുവദിച്ചു കൊടുക്കാനും പാടില്ലാത്തതാണ്. കാരണം സുമംഗലിയായിട്ടുള്ളൊരു സ്ത്രീ എന്ന് പറയുന്നത് ഈ ആചാര്യനേക്കാളൊക്കെ മുകളിൽ തന്നെയാണ്. പ്രത്യേകിച്ച് വിധവയും കൂടെ ആണെങ്കിൽ വെച്ചാൽ ഇനി അവരുടെ വാനപ്രസ്ഥത്തിലേക്ക് കടന്ന ആളുകളാണെങ്കിൽ അതിനൊക്കെ ഒരുപാട് മുകളിലാണ്. അതുകൊണ്ട് പോയി നമസ്കരിച്ച് വെറുതെ ആചാര്യന്മാർക്ക് പാപം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുകയാണ് വേണ്ടത്. നമ്മളുടെ എപ്പോഴും ഒരു സ്ത്രീകൾക്ക് ഡോമിനൻസി കൂടിയ ഒരു സമൂഹമാണ് ഹൈന്ദവ സമൂഹം. അല്ലാതെ സ്ത്രീകളെ മാറ്റി നിർത്തിയിട്ടുള്ള സമൂഹമല്ല. നമ്മുടെ പദ്ധതികളിലെ ഈ ഏറ്റവും താന്ത്രിക പദ്ധതികളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കരുതപ്പെടുന്ന ശ്രീവിദ്യാ പദ്ധതിയുടെ ദേവത ഏതാണ്? ലളിതാ പരമേശ്വരിയാണ്. അതെന്തുകൊണ്ട് ലളിതാ പരമേശ്വരനായിക്കൂടാ? അങ്ങനെയല്ലോ പരമേശ്വരി എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതിന് കാരണം എന്ന് വെച്ചാൽ സ്ത്രീകൾക്കാണ് പ്രാധാന്യം. കാരണം ഈ സൃഷ്ടി എന്ന് പറയുന്നത് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നത് സ്ത്രീയിലൂടെയാണ്. ശരി. ഈ നമ്മുടെ രാജേഷ് പറഞ്ഞ വളരെ കറക്റ്റാണ്. ഇതിൽ കേരളം വിട്ട് നമ്മൾ പോകുന്ന സമയത്ത് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനൊരു എന്താ പറയുക ഗ്യാപ്പില്ല. നമുക്ക് അമ്പലത്തിനകത്ത് കയറാം, ഈ ശ്രീകോവിലിനകത്ത് വരെയും കയറാം. രണ്ട് ആചാര രീതികളാണ്. പക്ഷേ എന്നാലും ഈ പറയുന്ന ആചാര്യന്മാരോട്ടോ പൂജാരിമാരോട്ടോ അടുത്ത് നിന്ന് സംസാരിക്കാം, ദേവത തൊടാം. കേരളത്തിനകത്ത് മാത്രമാണ് ഈ ഒരു സംഭവം ഉള്ളത്. ക്ഷേത്ര സങ്കല്പം അവിടെ നിൽക്കട്ടെ, നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നില്ല, ക്ഷേത്രത്തിൽ തൊടുന്നില്ല, ആ പൂജാരിമാരെ നമ്മൾ തൊടുന്നില്ല. അല്ലാതെ ജപം ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ യാദൃച്ഛികമായി ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ക്ഷോഭിതനാവുകയും എൻ്റെ എനർജി പോയി എന്ന് പറയുകയും ചെയ്യുന്നത് അങ്ങനെ ഒന്നുമില്ലല്ലോ. ഇല്ല, അങ്ങനെയൊന്നുമില്ല. പുരസ്കരണ കാലയളവിൽ ചില നിഷ്കർഷകളുണ്ട്. പക്ഷെ അങ്ങനെ ജപിക്കുന്നവർ ഏകാന്തമായിട്ടാണ് ജപിക്കേണ്ടത്. അല്ലാതെ മാർക്കറ്റിൽ കൂടെ ഇറങ്ങി നടന്നിട്ട് എന്നെ ആൾ തൊട്ടു എന്ന് പറയാൻ പാടില്ല. അവരുടെ ആവശ്യത്തിനുള്ള ഹോമത്തിനുള്ള സാധനങ്ങളൊക്കെ സംഭരിച്ചിട്ടാണ് തുടങ്ങേണ്ടത്. ശരിയാ. ഉദാഹരണം പറഞ്ഞാൽ ദിവസവും 12,000 വീതം എള്ള് ഹോമിക്കണം എന്ന് വയ്ക്കുക. ആ 12,000 എള്ള് ഹോമിക്കണമെങ്കിൽ ഇപ്പോൾ 5 കിലോ എള്ളാണെങ്കിൽ 5 കിലോ എള്ള് സംഭരിച്ച് വെച്ചിട്ട് വേണം പുരസ്കരണയ്ക്ക് ഇരിക്കാൻ. അല്ലാതെ പുരസ്കരണ കാലയളവിൽ ഇടയ്ക്ക് എഴുന്നേറ്റ് പോയിട്ട് ഇത് ചെയ്യാമെന്ന് കൊണ്ടുവരാമെന്ന് വിചാരിക്കണ്ട. ഇത് തീർത്തിട്ടേ അടുത്ത പണിക്ക് നിൽക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ തൊടുന്നേ ഇല്ല. പിന്നെ അല്ലാതെ വരുന്ന അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ ഇടപഴകേണ്ട ആവശ്യമില്ല. പുരസ്കരണ കാലയളവിൽ ഇതുപോലെ നിഷ്കർഷയുണ്ടെങ്കിൽ, എല്ലായിടത്തും ഒന്നും ഇല്ലത്, നിഷ്കർഷയുള്ളവർ ദയവായിട്ട് അതിൽ നിന്ന് ഒഴിവാകുക വേണ്ട. അല്ലാതെ സമൂഹം മുഴുവൻ നമുക്കനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് ഒരിക്കലും വാശി പിടിക്കരുത്. സമൂഹത്തിൻ്റെ രീതിയിൽ പ്രവർത്തിക്കത്തുള്ളൂ. നമുക്ക് അതിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ നമ്മൾ മാറി നിൽക്കുക. അതേ അവിടെ ചെയ്യാനുള്ളൂ. പിന്നെ ഇദ്ദേഹം പറഞ്ഞ ക്ഷേത്ര പദ്ധതിയുടെ കാര്യം പറഞ്ഞാൽ കേരളത്തിലെ ഒരു പ്രശ്നം വെച്ചാൽ കേരളത്തിലെ പദ്ധതി പൂർണ്ണമായിട്ടും വൈദിക താന്ത്രിക പദ്ധതിയാണ്. ഇത് പരശുരാമ ക്ഷേത്രമാണ്, പ്രത്യേകമായിട്ടുള്ള അനുഷ്ഠാന പദ്ധതിയാണ്. അവിടെ നിഷ്കർഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള സ്ഥലമാണ്. എന്നാൽ ഇതിനേക്കാൾ ശുദ്ധം പാലിക്കുന്ന നോർത്ത് ഇന്ത്യയിലെ ക്ഷേത്രങ്ങളുണ്ട് അല്ലേ? ഇപ്പം ശനി ശിഗ്നാപൂർ പോലെയുള്ള രണ്ടാഴ്ച മുമ്പ് പോയിരുന്നു. വസ്ത്രം ഊരി തന്നെ അകത്ത് വെച്ചാൽ മേൽവസ്ത്രം ഊരി തന്നെ അകത്ത് കയറുന്ന നിഷ്കർഷമുള്ള സ്ഥലങ്ങൾ. ഇപ്പം അവിടെ നമ്മൾ ഈ എള്ളെണ്ണ ഒഴിക്കുന്ന സമയത്ത് പോലും പ്രത്യേക രീതിയിലുള്ള സംഭവങ്ങളുണ്ട്. അതാ പറഞ്ഞു. അത് അങ്ങനെയുള്ള സ്ഥലങ്ങളും ശുദ്ധം നോക്കേണ്ടതും നോക്കേണ്ടാത്തതുമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ നവോത്ഥാന പ്രതിഷ്ഠകൾ ഒന്നെന്ന് പറയുന്നത് അരുവിപ്പുറത്തെ പ്രതിഷ്ഠയാണ്. അറിയാം, നാരായണ സ്വാമികൾ ചെയ്ത പ്രതിഷ്ഠയാണ്. അതിനുശേഷം ശാരദ പ്രതിഷ്ഠ അദ്ദേഹം ചെയ്തു ശിവഗിരിയിൽ. അകത്ത് ഒരു ശ്വാസം പോലും വേറെ വീടരുതെന്ന് പറഞ്ഞു. അകത്ത് ഒരു നിവേദ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കി പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഒന്നും അത്ര ശുദ്ധം പാലിക്കണം. മറ്റൊരാളുടെ ശ്വാസം പോലും അകത്ത് വീടരുതെന്ന് നിഷ്കർഷയുണ്ട്. എന്നാൽ എല്ലാവർക്കും ആരാധിക്കാൻ വേണ്ടിയിട്ടില്ല അരിപ്പുറത്തെ പ്രതിഷ്ഠ കഴിച്ചത്. ശരിയാ അല്ലേ? അതുപോലെ തന്നെ ഈ വാമാചാര പദ്ധതിയിലുണ്ടായിരുന്ന മണ്ണന്തല ദേവി ക്ഷേത്രം, അതിനെ അദ്ദേഹം സാധാരണ ദക്ഷിണാചാരത്തിലേക്ക് കൊണ്ടുവരികയും ഉമയായിട്ട് മതി, ഇനി മുതൽ ഭദ്രാളിയായിട്ട് വേണ്ട, ഉമയായിട്ട് മതി എന്ന് സങ്കല്പിച്ച് ഉമയായിട്ട് പ്രതിഷ്ഠിക്കുകയൊക്കെ ചെയ്തില്ലേ? അപ്പം ഒരു സ്ഥലത്ത് ഒരു നിയമം ആപ്ലിക്കബിൾ ആവുന്നത് എല്ലായിടത്തും കൂടെ സാർവത്രികമായിട്ട് അംഗീകരിക്കാൻ വേണ്ടിയിട്ടല്ല. അത് അവിടുത്തെ പദ്ധതി അനുസരിച്ചിട്ട് ഏറ്റവും ഉയർന്ന ഒരു മനീഷിയായിട്ടുള്ള ഒരാൾ, ഒരു താന്ത്രികൻ അല്ലെങ്കിൽ ഒരു ഋഷീശ്വരനായിട്ടുള്ള ഒരാൾ ഒരു സങ്കല്പം കൊണ്ടുവരുമ്പോൾ അതിന് ചില കാര്യങ്ങളുണ്ടാവും. എന്തുകൊണ്ടത് ഇവിടെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം അന്നേ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അത് കാലങ്ങളായിട്ട് തുടർന്നു വരുന്ന ആചാരമാണെങ്കിൽ ഒരു കാരണവശാലും അത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല.